പോകേണ്ട വഴി അറിയണ്ടേ? ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ കേരളക്കരയിൽ ഈ കഴിഞ്ഞ ദിവസവും വഴി നോക്കി തെറ്റിപ്പോയവരുടെ വാർത്തകൾ കണ്ടു. ഇപ്പൊ വഴി അറിയത്തില്ലെങ്കിൽ ഒരാൾക്ക് വഴി അറിയാനായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ വഴി അറിയാം. പക്ഷെ അത് നോക്കാൻ അറിയത്തില്ലെങ്കിൽ തെറ്റിപ്പോ. അപ്പോൾ എവിടേക്ക് പോകണമെങ്കിലും വഴി അറിയണം. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും അന്ത്യന്യായവിധിയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമാണെങ്കിൽ ഈ പ്രിയ മാതാവിനുള്ള ബന്ധത്തിൽ 89-ാമത്തെ വയസ്സിൽ പ്രിയ തങ്കമ്മ അമ്മച്ചി കത്തത്തിൽ തിരക്കപ്പെട്ടപ്പോൾ രണ്ട് കാര്യം സംഭവിച്ചു. എല്ലാവരും അത് കേൾക്കണം, ശ്രദ്ധിച്ച്. അതിനുശേഷമായിട്ടൊരു പാട്ട് പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ അതിനുവേണ്ടി ദൈവത്തോട് നിരന്നുകൊള്ളുക. രണ്ടാമതായിട്ട് ഒരുങ്ങിയിരിക്കുക. ഈ പ്രിയ മാതാവ് ഏത് സന്ദർഭത്തിൽ മരിച്ചാലും സ്വർഗത്തിൽ പോകുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, അമേരിക്കയ്ക്കോ പേർഷ്യക്കോ വല്ലതും പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഇല്ലാതെ ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് കടത്തിവിടുകയില്ല എന്നതുപോലെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കുന്നതിനാൽ പ്രിയ മാതാവ് ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ പ്രത്യാശയോടെ മരിക്കുവാൻ, അക്കരെ നാട്ടിലെത്തുവാൻ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തോട് നിരന്നു. തന്നെയുമല്ല, പ്രിയ മാതാവിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ 5 പദപ്രയോഗങ്ങൾ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്രമം, നിദ്ര, വേർപാട്, നിര്യാണം, ലാഭം എന്നൊക്കെയും പറയുന്നു. ലാഭം, സാധാരണ ഈ ലാഭം എന്നുള്ള പദം എവിടെ ഉപയോഗിക്കുന്നത്? ബിസിനസ്സുകാരാ ലാഭം എന്നുള്ള. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു മരിക്കുന്നത് ലാഭമാണെന്ന്. പ്രൈസ് ലോർഡ്. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ എടുത്താണ്ട് ദാസന്മാർക്ക് പ്രസംഗിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു പാട്ട് പാടി നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ച് നിർത്തിയാണ് സംഗീതത്തിന്റെ ഭാഗം വായിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കേൾക്കാം. ഒരു പാട്ടിന്റെ ഒരു ശീലവും പാടാം. കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി നമുക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ. സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. മനുഷ്യ ജീവിതം ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. നിൽക്കുന്നവരാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ സത്യവേദ പുസ്തകത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീരുന്നില്ല, പിന്നെയും ജീവിതമുണ്ട്. മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. എന്താ തെളിവ്? കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, പാപികൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഇതുപോലെ ഒരു കല്ലറയിൽ അടക്കി. എന്നാൽ 3-ാം ദിവസം യേശു ഉയർത്തുവന്നവനായ യേശു സ്വർഗത്തിലേക്ക് പോയി. ആ യേശു പറഞ്ഞ്, ഞാൻ പോകുന്നവരെല്ലാം കാണുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ വീണ്ടും വരും. വീണ്ടും വന്ന് ക്രിസ്തുവിൽ ആയിട്ടുള്ളവരെയും ക്രിസ്തുവിൽ മരിച്ചവരെയും ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് പോയി. ഇത്ര വ്യക്തമായി, വളരെ വ്യക്തമായി നമ്മുടേതായ ഭാഷയിൽ, മലയാള ഭാഷയിൽ ഏതൊരു കൊച്ചു കുഞ്ഞിന് വായിച്ചാൽ മനസ്സിലാകാത്ത നിലയിൽ ഈ ഉപദേശ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ചിലർക്ക് ഇത് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസമാണ്. ഈ കഴിഞ്ഞ ഒരു ദിവസവും ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സത്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാത്തവർക്ക് വിശ്വസിച്ചേ പറ്റുന്നത്. കാരണം നമ്മുടെ കലണ്ടറെല്ലാം തൂങ്ങി കിടക്കുക. 2024 ഡേറ്റ് എഴുതി വെച്ചിരിക്കുക. ക്രിസ്തു വർഷമാണ്. യേശു കർത്താവിനേക്കാട്ടിൽ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നല്ലോ. ഒരു കുറിച്ച് കുറച്ച് ആൾക്കാർ അവരുടെ ആരുടെയും പേരിൽ
ഒരു വർഷമോ കലണ്ടറോ ഒന്നും ഉണ്ടാക്കിയില്ല. ഇത് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ക്രിസ്തുവിന് മുമ്പെന്നും അതിന് ക്രിസ്തുവിൻ്റെ വർഷമെന്നും അല്ലെങ്കിൽ ക്രിസ്തുവിന് ശേഷമെന്നുള്ള നിലയിൽ കൂടെ ലോക ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം പ്രാധാന്യം കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട്. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുള്ള ദൈവമല്ല, ഏതൊരു രാജ്യത്തിൻ്റെ ദൈവമല്ല, അഖില ലോക രക്ഷിതാവായ ദൈവമാണ്. ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ഞാൻ ആ വീട്ടിൽ വെച്ച് പറഞ്ഞ പ്രകാരം പ്രിയ മാതാവ് ജീവിച്ചിരുന്ന കാലത്ത് അതിനുവേണ്ടി പ്രത്യാശയോടെ ഒരുങ്ങിയിരുന്നു എപ്പോൾ മരിച്ചാലും സ്വർഗരാജ്യത്തിൽ. അതുകൊണ്ട് വളരെ ബഹുനിശ്ചയത്തോടുകൂടിയാണ് പ്രിയ മക്കളും കൊച്ചുമക്കളും മരുമക്കളും നമ്മളെല്ലാവരും ചേർന്നിട്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കാണുന്നൊരിക്കുമ്പോൾ ഉയർത്തു വരും. അത്ര വളരെ വ്യക്തമായി പറയുന്ന മറ്റൊരു പുസ്തകം പലപ്പോഴും പുനർജനനത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പല മതങ്ങളിലും പറയുന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഈ സത്യം നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ ഇന്ന് കലണ്ടർ പോലും ഇന്നത്തെ ഡേറ്റ് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇന്നത്തെ ഡേറ്റ് കൃത്യമായി പറയുന്ന കൃത്യമാണെന്നുണ്ടെങ്കിൽ അല്ല യേശു കർത്താവിൻ്റെ ജനനം, യേശു കർത്താവിൻ്റെ ഉയർപ്പ്, ഈസ്റ്റർ ഇതൊക്കെയും ലോകം മുഴുവനും ആഘോഷിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ വചനം യാഥാർത്ഥ്യമാണ്. ഒരു വാക്കുകൂടെ വായിക്കാം. 1 തെസ്സലോനിക്കർ 4:13-18 വരെ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഒരു പാട്ട് പാടാം. പേർ വിളിക്കും നേരം കാണുമെൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. ദൈവത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആ പോകേണ്ട വഴി അറിയണ്ടേ? ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ കേരളക്കരയിൽ ഈ കഴിഞ്ഞ ദിവസവും വഴി നോക്കി തെറ്റിപ്പോയവരുടെ വാർത്തകൾ കണ്ടു. ഇപ്പൊ വഴി അറിയത്തില്ലെങ്കിൽ ഒരാൾക്ക് വഴി അറിയാനായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ വഴി അറിയാം. പക്ഷെ അത് നോക്കാൻ അറിയത്തില്ലെങ്കിൽ തെറ്റിപ്പോ. അപ്പോൾ എവിടേക്ക് പോകണമെങ്കിലും വഴി അറിയണം. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഈ ലോകത്തിൽ വെളിപ്പെടും.